ഹായ് എവരിവൺ, നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടുന്ന 3 ടൂൾസിനെ കുറിച്ചാണ്. 1 ലാസോ ടൂൾ, 2 പോളിഗൺ ലാസോ ടൂൾ, 3 മാഗ്നറ്റിക് ലാസോ ടൂൾ. ഇതിവിടെ ഹോൾഡ് ചെയ്ത് പിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് കാണാവുന്നതാണ്. ഇതിൻ്റെ ഷോർട്ട് കട്ട് L ആണ്. അപ്പോൾ ഈ ഷോർട്ട് കട്ട് യൂസ് ചെയ്യുമ്പോൾ ഇവിടെ പോളിഗൺ ലാസോ ടൂളിന് L ഉണ്ട്, മാഗ്നറ്റിക് ലാസോ ടൂളിനും L കിടപ്പുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഷിഫ്റ്റ് ചെയ്യണമെങ്കിൽ ഇപ്പോൾ ലാസോ ടൂൾ L ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ലാസോ ടൂളാണ് വരുന്നത്. എന്നാൽ അതിനകത്തുള്ള ടൂളാണ് നമുക്ക് മാറി വരേണ്ടതെങ്കിൽ ഷിഫ്റ്റ് ഹോൾഡ് ചെയ്തുകൊണ്ട് എല്ലാം ക്ലിക്ക് ചെയ്താൽ മതിയാകും. അപ്പോൾ എന്ത് ചെയ്യുക, അത് മാറി മാറി പോകുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ എങ്ങനെയാണ് നമുക്ക് ഇത് യൂസ് ആകുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ ലാസോ ടൂളിൽ നിന്ന് ഞാൻ എടുത്ത ശേഷം ഈ ഒരു പിക്ചർ ഓപ്പൺ ആക്കി വെച്ചിട്ടുണ്ട്. കുറച്ച് റോസ് പെറ്റൽസിൻ്റെ പിക്ചറാണ്. അപ്പോൾ ഇതിലേക്ക് ഞാൻ സൂം ഇൻ ചെയ്യാൻ നമുക്കറിയാവുന്നതാണ്. ഓൾട്ട് ഹോൾഡ് ചെയ്തുകൊണ്ട് സ്ക്രോൾ ചെയ്താൽ മതിയാകും, അല്ലെ Ctrl+ കൊടുത്താലും മതിയാകും. ഓക്കെ, ഞാൻ സൂം ഇൻ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ലാസോ ടൂൾ എടുത്തു. ഇതെടുക്കുമ്പോൾ ഒരു സെലക്ഷനാണ് എനിക്ക് വേണ്ടതെങ്കിൽ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. ഇതുപോലെ ന്യൂ സെലക്ഷൻ ഇതിനെക്കുറിച്ചില്ല, സെലക്ഷൻ മോഡിനെ കുറിച്ച് പറഞ്ഞു തന്നിരുന്നു. അപ്പോൾ ആദ്യത്തെ ന്യൂ സെലക്ഷൻ എടുക്കുകയാണ്. ഇതെടുത്ത ശേഷം ഞാൻ എന്ത് ചെയ്യുന്നു, മൗസിലെ ലെഫ്റ്റ് ബട്ടൺ ഒന്ന് ഹോൾഡ് ചെയ്ത് പിടിച്ച ശേഷം ഞാൻ ഇതിൻ്റെ മേളിൽ കൂടെ വരയ്ക്കുകയാണ്. ഇത് കറക്റ്റായിട്ട് നമുക്ക് വരയ്ക്കണമെന്നില്ല, ഇതൊരു ഫ്രീ ഹാൻഡായിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. നമുക്ക് കാര്യം അത്രമാത്രം ബൗൺസ് ബാലൻസ് ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കിത് കറക്റ്റായിട്ടൊക്കെ വരച്ച് പോകാൻ പറ്റത്തുള്ളൂ. അതല്ല എങ്കിലും നമുക്ക് കുഴപ്പമില്ല. കാര്യം വേറെ ടൂളുകളൊക്കെ യൂസ് ചെയ്ത് നമുക്കിത് വരച്ചെടുക്കാം, നമുക്കിത് കട്ട് ചെയ്തെടുക്കാനൊക്കെ പറ്റുന്നതാണ്. ഓക്കെ, ഞാനിപ്പോൾ ഒന്ന് ജസ്റ്റ് റഫായിട്ട് വരച്ച് പോവുകയാണ്. ഇത് വരച്ച് ഞാൻ എന്ത് ചെയ്യുന്നു, കൈ വിട്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അതിൻ്റെ ഫസ്റ്റ് തുടങ്ങിയെടുത്ത് വന്ന് തന്നെ ക്ലോസ് ആകും. എക്സാമ്പിൾ പറഞ്ഞ് ഞാൻ ഒന്നുകൂടെ അത് വരച്ച് കാണിക്കാം. ഡീസെലക്ട് ചെയ്യുവാണ്. ഞാൻ ഇവിടെ നിന്ന് ഇങ്ങനെ വരച്ച് പോവുകയാണ്. ഇങ്ങനെ വരച്ച് പോകുന്ന കൂട്ടത്തിൽ എൻ്റെ കൈ വിട്ടു എന്ന് വിചാരിക്കുക, എൻ്റെ സ്റ്റാർട്ടിംഗ് പോയിൻ്റ് ഏതാണോ അവിടേക്ക് ഇത് എന്ത് ചെയ്യും, ക്ലോസ് ആകും. ഓക്കെ എന്ന് കരുതി നമുക്ക് പ്രശ്നമൊന്നുമില്ല. മറ്റേ ഇതിനകത്ത് പോലെ തന്നെ നമുക്ക് ആഡ് മൈനസ് എടുത്തിട്ട് വേണമെങ്കിൽ എന്ത് ചെയ്യും, ആഡ് എടുക്കുക, അകത്തൂടെ വരച്ച് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, മറ്റേ നമ്മൾ കഴിഞ്ഞ ക്ലാസ് ചെയ്തതല്ലേ, വരച്ചിട്ട് ഇങ്ങനെ വിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അകത്താകും. മൈനസ് എടുത്തിട്ട് ഇത്രയും ഭാഗം കൂടുതലാണെങ്കിൽ മൈനസ് എടുത്ത് പുറത്തൂടെ വരച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, മൈനസായിട്ട് കട്ടായി പോകുന്നതുമായിരിക്കും. അതാണ് ലാസോ ടൂളിൻ്റെ പ്രത്യേകത. ഓക്കെ അല്ലേ. ഇത് നമുക്ക് മറ്റേ ചെയ്ത പോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, സെലക്ഷൻ അതായത് കട്ട് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ കോപ്പി പേസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ എന്തെങ്കിലും എഫക്റ്റുകൾ കൊടുക്കാം, പല രീതിയിലല്ലേ PNG ഒക്കെ ക്രിയേറ്റ് ചെയ്യാം. അത് വരുന്ന ക്ലാസ്സിൽ നമുക്ക് നോക്കാം PNG എങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നതെന്ന്. ഇപ്പോൾ ഇത്രയേ ഉള്ളൂ ലാസോ ടൂൾ. ഓക്കെ, ഇനി അടുത്ത ടൂളെന്ന് പറയുന്നത് പോളിഗൺ ലാസോ ടൂളാണ്. അതെടുത്ത ശേഷം ഇതിൻ്റെ പ്രത്യേകത ലൈനായിട്ടാണ്, പോളിഗണൽ ലൈനായിട്ടായിരിക്കും ഇത് പോകുന്നത്. അപ്പോൾ ഞാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഇങ്ങനെ വരയ്ക്കാൻ നേരം എന്ത് സംഭവിക്കും, ഇത് ലൈനായിട്ടായിരിക്കും ഇത് പൊയ്ക്കൊണ്ടിരിക്കുന്നത് എന്ന് കരുതി ഇതിനെ നമുക്ക് ഈ കേർവുള്ള പിക്ചറുകളൊന്നും കട്ട് ചെയ്യാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ കട്ട് ചെയ്യേണ്ടതായിട്ട് പറ്റില്ല, പാടാണ് നമുക്ക് കട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ നമുക്ക് വേറെ, അതായത് ഇപ്പോൾ ഈ പറയുന്ന ത്രികോണ രീതിയിലോ അല്ലെങ്കിൽ ഒരു റെക്റ്റാങ്കിൾ രീതിയിലോ വേറെ രീതിയിൽ ലൈൻ ഷേപ്പ് വരുന്ന ലോഗോകളോ കാര്യങ്ങളോ ഒക്കെ വേണേൽ കട്ട് ചെയ്യാനായിട്ട് പോളിഗൺ ലാസോ ടൂൾ യൂസ് ചെയ്യാവുന്നതാണ്. അല്ലാതെ നമുക്കിത് യൂസ് വരുന്നില്ല. അപ്പോൾ പോളിഗൺ ലാസോ ടൂളിൽ നമ്മൾ എടുത്ത ശേഷം ഞാനിങ്ങനെ വരച്ച് പോകുമ്പോൾ ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത, നമുക്ക് തെറ്റിപ്പോയെങ്കിൽ നമ്മുടെ കമ്പ്യൂട്ടറിലെ ബാക്ക് സ്പേസ് കൊടുക്കാവുന്നതാണ്. ബാക്ക് സ്പേസ് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ബാക്കിലോട്ട് നമുക്ക് എന്ത് ചെയ്യും, തെറ്റിപ്പോയ ഭാഗം നമുക്ക് കൊടുക്കാവുന്നതാണ്. അല്ലാതെ Ctrl+Z അല്ല കൊടുക്കുന്നത്. Ctrl+Z എന്ന് പറയുന്നത് നമ്മൾ ചെയ്ത പ്രവൃത്തികൾ ബാക്കിലോട്ട് പോകുന്നതാണ്. ഇത് നേരെ തിരിച്ചാണ് വരുന്നത്. ഓക്കെ, ഞാൻ ചെയ്ത് പോയ ശേഷം ഇവിടേക്ക് ഈ ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൻ്റെ അവിടോട്ട് കൊണ്ടുവരുമ്പോൾ എന്ത് ഒരു 0 പോലൊരു, അതായത് ഇത് ക്ലോസ് ആകാൻ പോവുകയാണെന്നുള്ള രീതിയിൽ അവിടെ കാണിക്കുന്നുണ്ട്. അതാണ് ഇതിൻ്റെ എൻഡ്, അതായത് ഫുൾ ക്ലോസ് ആകുന്ന ഒരു ഘട്ടം വരുന്നത്. അപ്പോൾ അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അത് ഫുൾ ക്ലോസ് ആയിട്ട് നമുക്ക് സെലക്ഷൻ ആകുന്നതാകും. ബാക്കിയെല്ലാം പഴയതുപോലെ തന്നെ മൈനസ് സബ്സ്ട്രാക്റ്റൊക്കെ നമുക്ക് ചെയ്യാം. അതല്ല ക്ലോസ് ആകുന്നില്ല എങ്കിൽ നിങ്ങൾക്കിപ്പോൾ ഒന്നുകൂടെ ഞാൻ വരയ്ക്കാം. ഇപ്പോൾ ഇത് ക്ലോസ് ആകുന്നില്ല എന്ന് വിചാരിക്കും. അപ്പോൾ ഞാനിങ്ങനെ വരച്ച് പോകുന്നിടത്ത് ക്ലോസ് ആകാനായിട്ട് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പാടുണ്ട്. Ctrl+Enter കൊടുത്തു കഴിഞ്ഞാലും എന്ത് സംഭവിക്കും, അത് ക്ലോസ് ആകുന്നതായിരിക്കും. Ctrl+Enter കൊടുത്തു കഴിഞ്ഞാൽ ക്ലോസ് ആകുന്നതായിട്ട് കാണാൻ പറ്റും. ഓക്കെ, അടുത്തത് മാഗ്നറ്റിക് ലാസോ ടൂളാണ്. ഇത് മാഗ്നറ്റ് പോലെ തന്നെ, അതായത് നമ്മൾ ഒരു വട്ടം ക്ലിക്ക് ചെയ്ത ശേഷം നമ്മൾ എന്ത് ചെയ്യും, അത് തന്നെ എന്ത് ചെയ്യും, ഇതിനകത്ത് ഫോക്കസ് ചെയ്തിരിക്കുന്ന ഒരു ഭാഗം അല്ലെങ്കിൽ ഇതിന് ഡിഫറൻറ്റ് കളറായിട്ടിരിക്കുന്ന ഭാഗം. ഇപ്പോൾ ഇതിനകത്തൊരു വൈറ്റ് കളർ റെഡ് കളറുമായിട്ടിരിക്കുന്നത്, അത് ഡിഫറൻറ്റ് കളറാണ്. ഇപ്പോൾ ഇത് വൈറ്റ് കളർ കുറച്ച് ബ്ലറായിട്ടാണ് ഇരിക്കുന്നതെന്ന് വിചാരിക്കുക. എന്നാൽ പോലും പെറ്റൽസ്, ഈ റോസ് പെറ്റൽസ് കുറച്ച് ഫോക്കസ്ഡ് ആണ് ഇരിക്കുന്നതെങ്കിലും ഇതെന്ത് ചെയ്യും, ഓട്ടോമാറ്റിക്കലി പിടിച്ചു പോകും. നമ്മൾ മൗസിൻ്റെ ഒന്ന് ജസ്റ്റ് ബാലൻസ് ചെയ്തിട്ട് അതിൻ്റെ ചുറ്റും ഒന്ന് വിട്ടു കൊടുത്താൽ മാത്രം മതി. കണ്ടോ, ഓട്ടോമാറ്റിക്കലി ഇത് പിടിച്ചു പോകും. നമുക്ക് കൂടുതലായിട്ട് നമുക്ക് പണിയെടുക്കേണ്ട ആവശ്യമില്ല, അത് തന്നെ പണിയെടുത്തോളൂ. ഇപ്പോൾ പിടിക്കുന്നില്ലെങ്കിൽ ഒരു വട്ടം ഒന്ന് ക്ലിക്ക് ചെയ്ത് പോയാൽ മാത്രം മതിയാകും. മറ്റേതുപോലെ തന്നെ ബാക്ക് സ്പേസ് കൊടുത്താൽ മതി. തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ ആ ബാക്ക് സ്പേസ് കൊടുക്കുന്നതിനോടൊപ്പം മൗസ് ഒന്ന് ബാക്കിലോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുക.
അതുപോലെ തന്നെ സ്റ്റാർട്ട് എൻഡിൽ പോകുമ്പോൾ ഒരു സർക്കിൾ പോലെ തന്നെ അവിടെ കാണിക്കും, അപ്പോഴേ ഇത് ക്ലോസ് ആകത്തുള്ളൂ. ഓക്കെ അല്ലേ? പിന്നെ ആഡും എൻഡും ഒക്കെ പഴയ പോലെ തന്നെ. ഇതാണ് മാഗ്നറ്റിക് സെലക്ഷൻ ടൂൾ. താങ്ക് യു.